ഇന്നൊക്കെ ഞാൻ ഇന്ന് വെക്കുവോ ഇല്ലയോ എന്നല്ല ചോദിച്ചത്, ഇന്നലെ എന്തുകൊണ്ട് വെച്ചില്ല എന്ന് ഞാൻ ചോദിച്ചത്. മറന്നുപോയി. ഇന്നലെ ക്ലാസ്സിൽ ഞാൻ തന്നതല്ലേ, ക്ലാസ്സിൽ തന്ന ക്വസ്റ്റ്യൻ അല്ലേ, അതെങ്ങനെ മറന്നുപോയി? ക്ലാസ് അറ്റ് എ ടൈം എഴുതിച്ച ക്വസ്റ്റ്യൻ അല്ലേ ആ അല്ലേ? അതെ. അപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് നീ എന്താ ചെയ്തിനി? ഇല്ല, ഒന്നുമില്ല. ആ സമയത്ത് എഴുതാൻ തന്നെയല്ല, ആ സമയം എഴുതി വെക്കാൻ തന്നെയല്ല, എന്നിട്ട് അതെങ്ങനെയാ മറന്നു പോവാ? രാത്രി ആയത്തേക്കും മറന്നു. കുറെ പേരുണ്ട് വെക്കാതെ. അബിൻ ജോഷി, ഭഗത് വിജയൻ, വസീദ്ദീൻ, വൈശാഖ് എന്താ വെക്കാത്തെ? വൈശാഖ്, വൈഷ്ണവ് പി കെ, വസീം, നിഖിൽ, തേജസ്, സച്ചിൻ, ഇത്രയും പേര് വെച്ചിട്ടില്ല. എന്തേ, വെക്കാൻ ഉദ്ദേശമില്ലേ? സാർ ഞാൻ ക്ലാസ്സിലുണ്ട്. നിഖിൽ ഇതിൽ ആബ്സെന്റ് ആയിരുന്നു. ഇന്ന് വെക്കാം. സെമിന് വെക്കാൻ പറഞ്ഞ അറിഞ്ഞില്ല നിഖിലെ? ആ, ഇന്ന് എഴുതി വെക്കും. ഇന്ന് വെക്കും. ക്ലാസ്സിലുള്ളവരെന്താ വെക്കാഞ്ഞിനി? സാറേ, മൊബൈൽ ടെസ്റ്റ് വെച്ചിന് ട്യൂട്ടോറിയൽ അപ്ലോഡ് ആയിട്ടില്ല. ഫുള്ള് അപ്ലോഡ് ആയി അയച്ചത്. ഇത് നെറ്റ് പ്രശ്നം ഉണ്ടായിട്ട് കട്ടായി പോയി. മൊഡ്യൂൾ ടെസ്റ്റ് വെച്ചാ നീ? മൊബൈൽ ടെസ്റ്റ് സെൻഡ് ചെയ്തിന്, ട്യൂട്ടോറിയൽ സെൻഡ് ആയിട്ടില്ല. ഞാൻ സെൻഡ് ആയെന്ന് വിചാരിച്ചത്, നമുക്ക് മൈൻഡായിട്ടില്ല. തേജസോ? തേജസ് എന്താ സാർ? അത് അപ്ലോഡ് അപ്ലോഡ് എക്കോ അടിക്കും. അപ്ലോഡ് സാർ അപ്ലോഡ് ചെയ്യുന്ന ഞാൻ ഫുൾ എഴുതിയില്ലേനു. ഇന്നലെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നാല് ഞാൻ വിളിച്ച് നാളെ വെക്കാം. റീസൺ ആണല്ലോ. ഞാൻ എഴുതിയാ എനിക്ക് കുറച്ചും കൂടി അല്ല, ലാസ്റ്റത്തെ കുറച്ചുണ്ട്. തുടങ്ങിയിട്ടില്ല കേട്ടോ, സത്യം. എഴുതി സാർ. നീ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കീനോ? അത് നോക്കിയിട്ടൊന്നുമില്ല. എന്തേലും പിന്നെ അസൈൻമെന്റും വെക്കണ്ട, നോക്കാൻ പറയുന്നത് നോക്കുകയും വേണ്ട. വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നാ പാസ്സായിട്ട് പോവുമല്ലോ അല്ലേ? ഒരു ശതമാനം പാസ്സായിട്ട് പോയോണ്ട് തന്നെ അടുത്ത ശതമാനം പോവുമല്ലോ അല്ലേ? ഇതൊക്കെ നോക്കിയിട്ട് വരുന്നാലേ നമുക്ക് പ്രോബ്ലം. നീ എവിടെ ഇല്ല ദിവസം ഇപ്പൊ? ഞാൻ വീട്ടിൽ തന്നെ. ശരി, എന്തെങ്കിലും നോക്കിയിട്ട് വന്നാലല്ലേ മക്കളെ പ്രോബ്ലം ചെയ്യിക്കാൻ കഴിയും. ഒരു കൺസെപ്റ്റ് ഓർമ്മയില്ലാണ്ട് എങ്ങനെയാ പ്രോബ്ലം ചെയ്യിക്കല്? വെറുതെ ക്വസ്റ്റ്യൻ തരാന്നല്ലാതെ അതിന് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? ആ ടോപ്പിക്സ് ഒന്ന് നോക്കി ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് വരാൻ പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. പ്രോബ്ലം എന്തെങ്കിലും ബാക്കിയുള്ള പ്രോബ്ലംസ് നോക്കിയിട്ട് ചെയ്യാന്നില്ലേ? വൈഷ്ണവ് നോക്കിനാ? വൈഷ്ണവ് ഇന്നലൊക്കെ ചെയ്താണ്ടായിരുന്നു സാർ. ഇന്നലെ നോക്കാൻ പറഞ്ഞല്ലോ, കുറെ ദിവസം കൂടി നോക്കി ഒന്ന് ബ്രഷപ്പ് ചെയ്ത് തൊട്ടുമുമ്പിലത്തെ റിവ്യൂ ആയിരുന്നു. പിന്നെ അതിന്റെ തൊട്ടുമുമ്പിലത്തെ അതിന്റെ PPTന്റെ കാര്യങ്ങള് ഒന്നുകൂടി റെഡിയാക്കാൻ വേണ്ടി എല്ലാ ദിവസം ബിസി തന്നെയാണ്. പരീക്ഷയ്ക്ക് റീസൺ എല്ലാം പറഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പ്രോബ്ലം ക്വസ്റ്റ്യൻ തന്നെ വലിയ കാര്യമില്ലല്ലോ അല്ലേ? ഇത് ഓർമ്മയുണ്ടാവില്ലല്ലോ.
എനിവേ ജസ്റ്റ് ആ ഫസ്റ്റ് മോഡ്യൂളിന്റെ സ്ലൈഡ്സ് ഒന്ന് നോക്കാം. വെറുതെ ഓടിച്ചിട്ട് എന്തൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഉള്ളതെന്ന് ബ്രഷൊക്കെ നോക്കും. നിങ്ങളേതായ രീതിയിൽ പഠിക്കാൻ പറയാൻ പറ്റും. എന്ത് ചെയ്യാം. ബേസിക് ആയിട്ട് കംപ്രസിബിൾ ഫ്ലോ ആൻഡ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പറഞ്ഞു. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് കംപ്രസിബിൾ ഫ്ലോന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് ആയിരുന്നു എല്ലാം. റൈറ്റ്? അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് തരുന്നത് ബേസിക് എന്താണ് കംപ്രസിബിൾ ഫ്ലോ എന്ന് വെച്ചാൽ എന്തിന്റെയൊക്കെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. റൈറ്റ്? അതുവരെ റിലേറ്റഡ് അതിന്റെ ബേസിക് പ്രോപ്പർട്ടി സ്റ്റാഗ്നേഷൻ എന്താണ്, ഡീപ്രൊപ്പഗേഷൻ എന്താണ്. റൈറ്റ്? ഇതൊക്കെ ഞാൻ മെയിൻ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ഇതിനങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെയിൻലി ഒന്ന് കൺസർവേഷൻ ഓഫ് മാസ്, മൊമെന്റം, എനർജി ഇക്വേഷൻസ്. ഈ ഡെറിവേഷൻ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, കോണ്ടിനം കൺസെപ്റ്റ് ഒക്കെ ജനറൽ ആയിട്ട് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മതി. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല ഇത്. സ്കിപ്പ് ചെയ്യണ്ട, പക്ഷെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആദ്യം പഠിച്ചു തീർക്കേണ്ടത് ഈ 3 ഡെറിവേഷൻ ആണ്. കൺസർവേഷൻ ഓഫ് മാസ്, conservation of momentum, then conservation of energy based on control volume. Alright? ഈ ഫിഗറും വൃത്തിയായിട്ട് പഠിക്കുക, ഡെറിവേഷനും വൃത്തിയായിട്ട് നോക്കുക. ഓക്കെ, ഒന്നുമില്ല, ഇൻഫ്ലോ ഓഫ് മാസും ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു, ഒരു ഡെൽറ്റ ടി ടൈം ആയിട്ടുള്ള സിസ്റ്റം. അത് നമ്മളുടെ ഒരു 3 കൺസർവേഷൻ എടുത്ത് ഒരു കൺട്രോൾ ബോഡി എടുക്കുന്നു. അതിനകത്ത് 3 സിസ്റ്റത്തിലുള്ള മാസിന്റെ ബാലൻസ് ചെയ്യുന്നു. റൈറ്റ്? അപ്പൊ അതാണ് മൊമെന്റത്തിലാണ് മൊമെന്റം ബാലൻസ്, ദെൻ എനർജി ബാലൻസ്. ആ ഒരു ബേസിക്കൽ ഇത് ഏതൊക്കെ ഒന്ന് പഠിച്ചാൽ തന്നെ ബാക്കിയൊക്കെ നമുക്ക് ക്ലിയർ ആവും. ഈ 3 വൃത്തിയായിട്ട് നോക്കി വെച്ചിരിക്കണം. കൺസർവേഷൻ ഓഫ് മാസ്, ദെൻ കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് മൊമെന്റം, ദെൻ കൺസർവേഷൻ ഓഫ് എനർജി. ഇത്ര ഇമ്പോർട്ടന്റ് ആണ് ഇത്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറയുന്നത്. സ്റ്റാഗ്നേഷൻ കോൺസെപ്റ്റിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് അങ്ങനെ വരാറില്ല. കോൺസെപ്റ്റ് ഓഫ് സ്റ്റാഗ്നേഷൻ, ഇതിന്റെയൊക്കെ ഇക്വേഷൻസ്, സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി ഇക്വേഷൻ h പ്ലസ് h0 ഈക്വൽ ടു h പ്ലസ് v സ്ക്വയർ ബൈ 2, അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഇക്വേഷൻസ്. Stagnation temperature will be equal to static temperature plus velocity temperature. Velocity temperature means v square by 2cp. ഒരു ആ ഡാറ്റ വൃത്തിയായിട്ട് നോക്കി ഇതൊക്കെ കിട്ടാവുന്നേ ഉള്ളൂ. കാര്യമായിട്ട് വരുന്ന ഈ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് ഡാറ്റ ബുക്ക് എപ്പോഴും ഓർത്ത് കിട്ടിയില്ലെങ്കിൽ ഇക്വേഷൻ എന്തായാലും ബൈഹാർട്ടായിട്ട് അറിഞ്ഞിരിക്കണം. ബാക്കി കോൺസെപ്റ്റ് വൈസ് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല ഇത്. സ്റ്റാഗ്നേഷൻ എന്താണെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്നുമില്ല. സ്റ്റാഗ്നേഷൻ ഇക്വേഷൻ, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ റിലേറ്റഡ്, സ്റ്റാഗ്നേഷൻ പ്രഷറുമായിട്ട് റിലേറ്റഡ് ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ എൻട്രോപ്പി റിലേഷൻസിൽ കുറെ ഡെറിവേഷൻസ് ആണ് ഇമ്പോർട്ടന്റ്. കുറെ ഡെറിവേഷൻസ് വരുന്നുണ്ട്. എൻട്രോപ്പി റിലേഷൻ, കൺസർവേഷൻ മാസ്, മൊമെന്റം, എനർജി റിലേഷൻസ്. ഇത്തരം ഡെറിവേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഴുതി നോക്കുക തന്നെ വേണം. എഴുതി നോക്കിയാലേ കിട്ടും. റൈറ്റ്? പിന്നെ ജസ്റ്റ് കോൺസെപ്റ്റ് വൈസ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് അല്ല ടോപ്പിക്സ്. അക്വസ്റ്റിക് വെലോസിറ്റിയുടെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട് കൃത്യമായിട്ട്. നോക്കിയിട്ട് അതിന്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ക്ലിയർ ചെയ്യാറുണ്ട്. രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല, കാരണം ഒത്തിരി ടോപ്പിക് എന്ന് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയുന്ന ടോപ്പിക്സ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് ഐഡിയ നിങ്ങൾ നോക്കി വെച്ചാല് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുന്നുണ്ടോ മനസ്സിലാവും. എന്നാലേ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. അക്വസ്റ്റിക് വെലോസിറ്റി മീൻസ് വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ. ഓക്കെ, dp by d rho is equal to dp by d rho എന്നതിലേക്കുന്ന root of dp by d rho at constant entropy condition. ഈ ഡെറിവേഷൻ മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. 4 ഡെറിവേഷൻസ് ഇപ്പോൾ ഇതുവരെ നോക്കിയത്. ഓക്കെ, മൊമെന്റം, മാസ്, മൊമെന്റം, എനർജി, എൻട്രോപ്പി റിലേഷൻ, then velocity of sound in that derivation. Okay, 3 derivations കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഫസ്റ്റ് മൊഡ്യൂൾ.
വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ പെർഫെക്റ്റ് ഗ്യാസ് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു ഇക്വേഷൻ. ഇനി 6 മൊഡ്യൂളിലും വേണ്ടുന്ന ഒരു ഇക്വേഷൻ ആണ്. A is equal to root of gamma RT. Right? A is equal to root of gamma RT. ഒരു തവണ ഇതെന്തോ പ്രൂവ് ചെയ്യാൻ വേണ്ടി കാണിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. A is equal to root of gamma RT പ്രൂവ് ചെയ്യാൻ. മാക് നമ്പർ ഇത്രയും പഠിച്ചത് നമുക്ക് അറിയാലോ. മാക് നമ്പർ V by A is divided by root of gamma RT. Then equation adiabatic steady flow energy equation. Equation directly ചോദിച്ചില്ലെങ്കിൽ ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള adiabatic ellipse. This is a adiabatic ellipse. Okay, showing different types of flow: incompressible flow, subsonic flow, transonic flow, supersonic flow, and hypersonic flow. ഈ ഗ്രാഫ് വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. വേരിയസ് റീജിയൻസ് ഓഫ് ഫ്ലോ. Adiabatic steady flow energy equation ആണ് ഈ equation. Adiabatic steady flow energy equation. ഈ equation ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? നമ്മള് equation ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? Adiabatic ellipse ഉള്ളത്. ഈ എലിപ്സ് വിത്ത് ഫിഗർ ഇതിന്റെ എക്സ്പ്ലനേഷൻ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോ പോയിന്റ് എത്ര ടൈപ്പ് ഫ്ലോ ഉണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ചോദ്യം വൃത്തിയായിട്ട് വരുന്നതാണ്. കൃത്യമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആ ഡെറിവേഷൻ പിന്നെ ഈ ഒരു തിയറി ക്വസ്റ്റ്യൻ. തിയറിന്റെ ഭാഗത്ത് വരുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അഡിയാബാറ്റിക് ഫ്ലോ അഡിയാബാറ്റിക് എലിപ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എഫക്ട് ഓഫ് മാക് നമ്പർ ഓൺ കംപ്രസ്ഡ് എങ്ങനെ പീരിയഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. ഈ റിലേഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. T0 by T in equation എന്താ? T0 by T is equal to 1 plus gamma minus 1 by 2 m square. അല്ലെ കറസ്പോണ്ടിംഗ്ലി P0 by P എന്താ? ഡാറ്റ ബുക്കിൽ കൃത്യമായ ഗ്യാസ് ടേബിൾ കൃത്യമായിട്ടുണ്ട് എങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. പെട്ടെന്ന് ഗ്യാസ് ടേബിൾ എടുത്തിരിക്കണം എക്സാമിന്. ബേസ്ഡ് ഓൺ നമ്മൾ നേരത്തെ അഡിയാബാറ്റിക് എലിപ്സിൽ പറഞ്ഞ അത് ഫ്ലോ അല്ല, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഫിസിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയസ് ഫ്ലോ റീജിയൻ. ഇൻകംപ്രസിബിൾ എന്താണ്, സബ്സോണിക് എന്താണ്, സോണിക് എന്താണ്, ഇതിന്റെ വേവ് പ്രൊപ്പഗേഷൻ പാറ്റേൺ ആൻഡ് ഫിഗർ. ചില സമയങ്ങളിൽ ചോദിച്ചാലായിരുന്നില്ല, ഉറപ്പില്ല. വേവ് പ്രൊപ്പഗേഷൻ പാറ്റേൺ ഓരോന്നിന്റെയും ഓരോ ടൈപ്പിലാണ്. റൈറ്റ്, ഒരു ഇൻകംപ്രസിബിൾ ഫ്ലോ പാറ്റേൺ ആയിരിക്കും. ഇൻകംപ്രസിബിൾ ഫ്ലോന്റെ പാറ്റേൺ ആയിരിക്കില്ല എവിടെ ഉണ്ടാകുക, കംപ്രസിബിൾ ഫ്ലോയിലോ അല്ലെങ്കിൽ സബ്സോണിക് ഫ്ലോയിലോ ഉണ്ടാകുക. എന്താണ് ഈ ഓരോ ചില സമയങ്ങളിൽ ഇൻകംപ്രസിബിൾ ഫ്ലോന്റെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. വെലോസിറ്റി വേവ് പ്രൊപ്പഗേഷൻ പാറ്റേൺ ഫിഗർ വരക്കുക വൃത്തിയായിട്ട്. ഈ ഓരോ ഡയമെൻഷൻസ് എന്താന്ന് പറയാം, നൊട്ടേഷൻസ് എന്താന്ന് പറയാം, കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനകത്ത് വരുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോണിക് ബൂം എന്താണ്, മാക് ആംഗിൾ, മാക് കോൺ, ചെറിയ ചെറിയ തിയറി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് മാക് ആംഗിൾ, എന്താണ് മാക് കോൺ, അല്ലെങ്കിൽ സോണിക് ബൂം എന്ന് പറയുന്നത് എന്താണ്, സോൺ ഓഫ് സൈലൻസ്, സോൺ ഓഫ് ആക്ഷൻ, ഇതുപോലത്തെ ചെറിയ ചെറിയ ടേംസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. മാക് കോൺ, മാക് ആംഗിൾ, സോൺ ഓഫ് ആക്ഷൻ, സോൺ ഓഫ് സൈലൻസ്, സോണിക് ബൂം. റൈറ്റ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഡിഫൈനിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് മുന്നേ. Various types of reference velocities: local velocity of sound, stagnation velocity of sound, maximum velocity of fluid, critical velocity of fluid. ഇതിന്റെ ബേസ് ചെയ്ത പ്രോബ്ലംസ് ആണ് കൂടുതൽ വരുന്നത്. തിയറി പാർട്ട് എന്താണെന്ന് കൺസെപ്റ്റ് ചോദിക്കുന്ന നേരത്തിൽ ചോദിക്കാറില്ല. റൈറ്റ്, ഇതിന്റെ ഓരോന്നിന്റെ ഇക്വേഷൻസ് എങ്ങനെ വരുന്നത്, സ്റ്റാഗ്നേഷൻ വെലോസിറ്റി, സ്പീഡ് എന്താണ്, ലോക്കൽ വെലോസിറ്റി എന്താണ്, മാക്സിമം വെലോസിറ്റി എന്താണ്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വരുന്നത്. പ്രോബ്ലം ഓക്കെ, പ്രോബ്ലത്തിന് വേണ്ടി കൃത്യമായിട്ട് ഇക്വേഷൻ നോക്കി വെക്കുക. ക്രോക്കോ നമ്പർ മുന്നേ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ടീം ട്രസ്റ്റ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. നോക്കാതെ വിടരുത്. അവർ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് അതൊരു ഓർഡറിൽ പഠിക്കാം. നല്ലതാണ്. ക്ലാസ്സിൽ ചെയ്ത എല്ലാ പ്രോബ്ലവും വൃത്തിയായിട്ടൊന്ന് ചെയ്തു നോക്കണം. നോട്ടിൽ എല്ലാ പ്രോബ്ലം ഉണ്ടായിരിക്കണം എല്ലാവരുടെയും. റൈറ്റ്, ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾസിൽ വരുന്നത്. ഓക്കെ,
നോക്കിയതിനെ കുറച്ച് പ്രോബ്ലം എന്താ നോക്കായിരുന്നു ടോപ്പിക്. ഇനി സം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാല് ഇത്രയും ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. മനസ്സിലായിട്ടില്ല അത്? ഇത് ക്ലിയർ കട്ട് ഐഡിയ ഇല്ലാത്ത ടോപ്പിക്സ് ഉണ്ട് ആർക്കെങ്കിലും എടുക്കുമ്പോൾ തീരെ മനസ്സിലാവാത്ത ടോപ്പിക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, തോന്നിയില്ല. എങ്ങനെ മനസ്സിലായില്ല? ആ, കുറച്ചെല്ലാം ഫസ്റ്റ് മുകളിൽ എടുക്കുമ്പോൾ തന്നെ കുറെ ഒന്നും തിരിഞ്ഞിട്ടേ, ആ. പിന്നെ കുറച്ചെല്ലാം നോക്കിയാൽ എന്തെല്ലോ ഇരിക്കുന്നു. ഉം. ഇന്നുകൂടെ നോക്കേണ്ടി വരില്ല, എക്സാം കഴിഞ്ഞിട്ട് നോക്കാം. എക്സാമിന്റെ ആ സമയത്തേക്ക് നോക്കണ്ട. ആ സമയം പഠിക്കുന്നത് ചിലപ്പോ വൈകാട്ട് പഠിക്കുന്നതൊക്കെ ആ സമയത്ത് നോക്കിയാലും മതി ഡെറിവേഷൻ ഒക്കെ. പക്ഷെ ആ സമയത്ത് ഡെറിവേഷൻ ഒക്കെ നോക്കാൻ പോയാൽ ആകപ്പാട കിളിപോയ അവസ്ഥയായി പോകും. ഒന്ന് നോക്കി വെക്കും മുമ്പേ. ഡെറിവേഷൻ ക്ലിയർ ആവുന്നുണ്ട് അശ്വന? ഏതിന്റെ ഡെറിവേഷൻ? ആ സ്ലൈഡിൽ നോക്കിയായിരുന്നു എല്ലാ സ്ലൈഡ് ഡെറിവേഷനും ഈ ക്ലാസ് ഉണ്ടായിട്ടേ ഉള്ളൂ. ഇനി നോക്കിയിട്ട് തന്നെ ഒന്ന് പേഴ്സണലി വിളിച്ചു തന്നെ ഏതാ ഡെറിവേഷനിലെ ഞാൻ പറഞ്ഞുതരാം നോക്കിയിട്ട്. ആ സ്ലൈഡും ക്ലാസ്സിലുണ്ടായിരുന്നു അശ്വൻ ഫസ്റ്റ് നോട്ടിൽ എടുക്കുമ്പോ. ഡൗട്ട് ഓക്കെ. ആ വീഡിയോ ഒന്നുകൂടെ എടുത്ത് വെച്ച് ഒന്ന് കണ്ടു നോക്കും അശ്വിനെ. ഫസ്റ്റ് സ്ലൈഡ് വെച്ചിട്ട് സ്ലൈഡും ആ ക്ലാസ്സിലെടുത്ത വീഡിയോസ് ഉണ്ടാവും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട്. ആ രണ്ട് വീഡിയോയും ആ ക്ലാസ്സിലെടുത്ത് സ്ലൈഡും വെച്ച് നോക്കും. എന്നിട്ടും ക്ലിയർ ആയിട്ടില്ല എന്നെ ഒന്ന് വിളിക്കുന്നു. ഓക്കെ, ഏതാ സ്റ്റെപ്പ് അങ്ങനെ എല്ലാ സ്റ്റെപ്പും ഒന്ന് എഴുതി നോക്കുന്നുണ്ട്. എവിടെ സ്റ്റെക്ക് വരുന്നത് നോക്ക്. എന്നിട്ട് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്ത ഒരു ക്ലിയർ കട്ട് ഐഡിയ എനിക്ക് കിട്ടും. അല്ലെങ്കിൽ ഞാൻ നോർമലി പറയുന്ന രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ നിനക്ക് കാര്യമില്ല. അപ്പൊ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ ആയിരിക്കും കൊണ്ട് പറയാം. അപ്പൊ എവിടെയാ നിനക്ക് ക്ലാരിറ്റി വരാത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാം. ഓക്കെ അശ്വിന് മൈക്ക് കംപ്ലൈന്റ് ആണോ? മൈക്ക് കംപ്ലൈന്റ് ആണോ അശ്വിൻ? ഹലോ അശ്വിൻ, ഫോണിലല്ലേ അപ്പൊ യൂസ് ചെയ്യണം? എനിവേ നോക്കിയിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യ. ആ വീഡിയോസ് വെച്ചൊന്ന് ക്ലാസ് ഒന്നുകൂടെ നോക്ക്. എന്നിട്ട് ആ ഡെറിവേഷൻ ഒന്ന് എഴുതി നോക്കും. ഓക്കെ, എഴുതി നോക്കുമ്പോ ഇവിടെ എന്തുകൊണ്ടാണ് ഡൗട്ട്, ഏതാ സ്റ്റെപ്പ് ക്ലിയർ ആകുന്ന വരും. അങ്ങനെ ഒരു ഡൗട്ട് വരുന്ന സ്റ്റെപ്സ് കുറവാണ്. എനിവേ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, മൊത്തത്തിൽ എല്ലാ ഡെറിവേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പറഞ്ഞു തരുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. നോർമൽ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെയാണ് വീണ്ടും പറയാം. ഒരു പ്രാവശ്യം നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് എനിക്ക് ക്ലിയർ ആവാത്തതെന്ന്. ആ ഒരു പോയിന്റ് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. എനിവേ വേറെ ആർക്കെങ്കിലും ഉണ്ടോ പ്രശ്നം? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Derive the momentum equation for compressible flow through control volume. Then derive adiabatic steady flow and elliptic energy equation to represent various flow regions. Okay, incompressible, compressible, adiabatic energy, normal momentum equations. Okay. Second module. I render first module on the question. Right, normally അറിയുന്ന question then. And derive the conservation of mass equation. Derive the conservation of mass equation for compressible flow through a control volume. So ആ mass momentum energy ഇത് മാറി ചോദിക്കുന്നത് എപ്പോഴും. ഓക്കെ, അതുകൊണ്ട് അത് എപ്പോഴും ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടാവണം. So derive an expression for stagnation temperature in terms of maximum. That means T0 by T is equal to 1 plus
-1/2 m square. ആ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അല്ല, ഇത് ചെയ്തില്ല ക്ലാസ്സിൽ? ട്രയാങ്കിൾ ട്രയാങ്കിൾ വരച്ചിട്ട് ഇത് വേറെ മോഡല. അടുത്ത എക്സ്പ്ലെയിൻ മോഡ്യൂൾ പറയാൻ. Then Mach angle in the equation and the expression for Mach angle in terms of Mach number. നമ്മുടെ Mach angle സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നോക്കിയുള്ളത് Mach angle. സ്ലൈഡിലുണ്ട്. എന്താ കിട്ടിയിട്ടില്ല അയച്ചു നോക്കിയിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ സോണിക് വെലോസിറ്റി ഇക്വേഷൻ, എക്സ്പ്രഷൻ ഫോർ സോണിക് വെലോസിറ്റി in terms of difference of specific heat and ratio of specific heat of the medium. That means A is equal to root of gamma r by ആ ഇക്വേഷൻ ആണ്. Velocity of sound in the derivations root of gamma r. That is gamma means difference ratio of specific heat, Cp by Cv ആണ് ഗാമ വരുന്നത്. Then r നെയാണ് എന്ത് പറഞ്ഞാൽ difference of specific heat, Cp minus Cv. So velocity of sound in the root of gamma r in the derivation. Okay. പ്രീവിയസിലുള്ള ഈ പ്രാവശ്യം സപ്ലിയുടെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല, നോക്കട്ടെ. പ്രാവശ്യം സപ്ലിയുടെ ക്വസ്റ്റ്യൻ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച സപ്ലിക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ എഴുതി, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതി. Basic question. A stream of air a stream of air a stream of air flows with a velocity of 250 meter per second, flows with a velocity of 250 meter per second in a duct of 100 mm diameter. In a duct of 100 mm diameter. In temperature and pressure at section R, its temperature and pressure at section R its temperature and pressure at the section are 5 degrees Celsius and 40 kilopascal. 5 degrees Celsius and 40 kilopascal. Calculate the stagnation properties. Calculate the stagnation properties at the section and the mass flow rate through the duct. Calculate the stagnation properties at the section calculate the stagnation properties at the section and mass flow rate through the duct. Question എഴുതിയില്ല? അക്ഷയ് ക്വസ്റ്റ്യൻ എഴുതിയോ? അക്ഷയ്
ഓക്കെ, എന്നാ അത് സോൾവ് ചെയ്ത് നോക്കി തന്ന ഡാറ്റ വെച്ചിട്ട്. സിമ്പിൾ ആണ്, ജസ്റ്റ് ബേസിക് ഇക്വേഷൻ, ബേസിക് പ്രോബ്ലം ആണ്. ഓക്കെ, എവിടെ ഡൗട്ട്? A stream of air, a stream of air flows with a velocity of 250 meter per second, with a velocity of 250 meter per second in a duct of 100 mm diameter, in a duct of 100 mm diameter. Its temperature and pressure, its temperature and pressure at a section are 5 degrees Celsius and 40 kilopascal. 5 degrees Celsius and 40 kilopascal. Calculate the stagnation properties at the section. Calculate the stagnation properties at the section and the mass flow rate through the duct. And the mass flow rate through the duct. So given data എന്തൊക്കെയാ? Velocity തന്നിട്ടുണ്ട്. Yeah, velocity 200 meter per second. Diameter 250 അല്ല വെലോസിറ്റി. എന്താണ്? വെലോസിറ്റി Sorry, 250. Correct, 250. Diameter 0.1, then temperature 278 Kelvin, then pressure 40 kilopascal.
ഇത് കണ്ടുപിടിക്കാൻ വേണേ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് at the section and the mass flow rate. So stagnation property കണ്ടുപിടിക്കണമെങ്കിൽ ടിയും T0 തമ്മിലുള്ള റിലേഷൻ ആണ്. എന്താ ടിയും T0 തമ്മിലുള്ള റിലേഷൻ? T0 by T is equal to എന്താ റിലേഷൻ പറയടാ? റൂട്ടോ 1 plus എന്താ gamma ടി? y2. 1 plus Gamma y2. ഗാമ y2 ആ? ആറ് മൊഡ്യൂളും സെയിം റിലേഷനിൽ യൂസ് ചെയ്തിന്, എന്നിട്ടും ക്ലിയർ ആയില്ല. ഇപ്പൊ കുറച്ചും മുമ്പ് പറഞ്ഞതുമല്ലേ T0 ടിയും തമ്മിലുള്ള റിലേഷൻ. 1 plus 1 plus gamma minus 1 by 2 square. 1 plus gamma minus 1 by 2 m square. So എന്ത് വേണം? T0 കണ്ടുപിടിക്കാൻ ടി തന്നിട്ടുണ്ട്, ഗാമ എയർ ആണ് തന്നിട്ടുണ്ട്. സോ ഗാമ എയർ ഗാമ 1.4 എടുത്താൽ മതി. മാക് നമ്പർ പക്ഷെ അറിയണം. സോ മാക് നമ്പർ ഫസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, മാക് നമ്പർ കണ്ടുപിടിക്കുക. എങ്ങനെ? വി ബൈ എ, ദാറ്റ് മീൻസ് വി ബൈ റൂട്ട് ഓഫ് ഗാമ ആർ ടി വെച്ചിട്ട്. ഓക്കെ, മാക് നമ്പർ കിട്ടിയ ഇക്വേഷനിൽ കൊടുത്ത T0 കിട്ടും. Then similarly P0 by P is equal to 1 plus gamma minus 1 by 2 m square all raised to gamma by gamma minus 1. നിങ്ങൾ ഡാറ്റ ബുക്ക് നോക്കുക, അല്ലെങ്കിൽ സിമിലർ ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ P0 കിട്ടും, ഇക്വേഷൻ്റെ അന്ന് T0 കിട്ടും. പിന്നെന്താ ചോദിച്ച ക്വസ്റ്റ്യൻ? മാസ് ഫ്ലോ റേറ്റ് ത്രൂ ദ ഡക്റ്റ് ആണ്. ദാറ്റ് മീൻസ് എം ഡോട്ട്. എം ഡോട്ട് നമ്മൾ എപ്പോഴും എഴുതുന്ന ഇക്വേഷൻ എന്താ? റോ എ വി. ഡയമീറ്റർ തന്നിട്ട്, സോ ഡക്റ്റിന്റെ ഏരിയ കിട്ടും. ദെൻ വെലോസിറ്റി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 250 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ റോ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം? ജസ്റ്റ് പി ബൈ ആർ ടി, പി ബൈ ആർ ടി ഇൻറ്റു 5/4 ഡി സ്ക്വയർ ഇൻറ്റു വി. കിട്ടി എന്ത് കിട്ടും നമുക്ക്? മാസ് ഫ്ലോ റേറ്റ് കിട്ടും. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയ ആൻസേഴ്സ്. മെത്തേഡ് ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്, നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനല്ലേ. നോർമൽ ബേസിക് ഇക്വേഷൻ ആണ്. അറ്റൻഡൻസ് പറഞ്ഞ അഭിരാം, Present sir. അബിൻ, Present sir. അബിൻ ജോഷി, അബിൻ ജോഷി, അബിൻ ജോഷി ഇല്ലേ? അബിൻ, ആദർശ് കേക്ക്, Present sir. അബിൻ ജോഷി എപ്പോ ഡിലേ? ഇവിടെ ഉണ്ടാ ക്ലാസ്സിൽ? എല്ലാ ദിവസവും അറ്റൻഡൻസ് വിളിക്കുമ്പോൾ ഇത് തന്നെയാണ് പരിപാടി. അത് ഒരു ദിവസം ഓക്കെ മൈക്കായില്ല, എല്ലാ ദിവസവും എനിക്ക് മൈക്കാവാത്ത പ്രശ്നം. എല്ലാ ദിവസവും നിന്നെ വിളിച്ച് ഒരു 3-4 കഴിയുമ്പോ നീ എപ്പം പറയാം? ആദർശ് കേക്ക്, Present sir. അക്ഷയ്, ആൽബിൻ, അമൽ കെ പി, Present sir. അമൽ കെ സന്തോഷ്, Sir. അമൽ എം, അനന്തു, Present sir. Present. ഓക്കെ, ആശ്രയ്, ആശ്രയ്, അനുരാഗ് ഓക്കെ ആശ്രയ്, അശ്വിൻ,
ഭഗത് സാർ പ്രസന്റ്. ആശ്രയ ഓക്കെ. ഭഗത് ഭഗത് എന്താ അസൈൻമെന്റ് വെക്കാഞ്ഞത്? ഭഗത് എന്താ അസൈൻമെന്റ് വെക്കാഞ്ഞെന്ന്? തെറ്റാ. എന്താ അസൈൻമെന്റ് വെക്കാഞ്ഞെന്ന്? ജിജിൻ, പ്രസന്റ് സാർ. റസിയുദ്ദീൻ, റസിയുദ്ദീൻ, ജിജോ, കാർത്തിക്, ജിതിൻ, പ്രസന്റ് സാർ. കാർത്തിക്, പ്രസന്റ് സാർ. മൃദുൽ, പ്രസന്റ് സാർ. രാഹുൽ, പ്രസന്റ് സാർ. സൂരജ്, പ്രസന്റ് സാർ. സൗരവ്, ഈരാഗ്, ഓക്കെ. വൈശാഖ്, പ്രസന്റ് സാർ. വൈശാഖ് എന്താ നീ അസൈൻമെന്റ് വെക്കാൻ ചെയ്യുന്നില്ല? സാർ മൊഡ്യൂൾ ടെസ്റ്റ് വെച്ചു. അസൈൻമെന്റ് വെക്കണ്ടേ അപ്പൊ? ആ അത് വലിയ സമയമില്ലേ, എന്തേലും പണിന്റെ. വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് മതിയാ കോളേജിലെ പണി? സാറേ വേറെ കുറെ പണിയുണ്ട്. അതാ ഞാൻ ചോദിച്ചേ, കോളേജിലെ പണി എല്ലാം കഴിഞ്ഞിട്ട് മതിയോന്ന്. വൈഷ്ണവ് സി കെ, പ്രസന്റ് സാർ. വൈഷ്ണവ് പി കെ, അസീം, ദിനൽ, വിഷ്ണു, വിഷ്ണു മോഹൻ, പ്രസന്റ് സാർ. നിഖിൽ, റോഷിത്, പ്രസന്റ് സാർ. വിഷ്ണു, പ്രസന്റ് സാർ. തേജസ്, സാർ. ആകാശ്, അഭിനവ്, ഗോകുൽ, പ്രസന്റ് സാർ. സച്ചിൻ, പ്രസന്റ് സാർ. ഓക്കെ. ശരിയാണോ? തിങ്കളാഴ്ചത്തേക്ക് എന്തായിരുന്നു നല്ലോണം നോക്കിട്ട് വരണം, കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി. ചിലപ്പോ ഒരു എക്സാം ഞാൻ നടത്തും, ഞാൻ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യിക്കലോ എക്സാം നടത്തില്ല എന്തെങ്കിലും ആയിരിക്കും. നോക്കിയിട്ട് വരിക ഫസ്റ്റ് നോട്ടുകൾ വൃത്തിയായിട്ട്. ഓക്കെ ഓക്കെ, ബൈ. ശരി, താങ്ക് യു.